മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്ന ആദ്യ ദിവസം തന്നെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 52,568 ഭക്തരാണ് ഇന്നലെ പമ്പ വഴി 18-ാം പടി കയറി ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. രാഹുൽ സുരേഷ് ശബരിമലയിൽ നിന്നും തത്സമയം ചേരുന്നു. രാഹുൽ, ശബരിമലയിൽ ഇന്ന് ആദ്യ ദിവസം വലിയ ജനത്തിരക്കായിരുന്നു എന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. ഇന്നലെ ആരംഭിച്ച ഭക്തജന പ്രവാഹം ഇന്നും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നത്. ഇന്നലെ രാത്രി നട അടയ്ക്കുന്ന 11 മണി വരെ 52,000-ലധികം ആളുകളാണ് തീർത്ഥാടനം നടത്തിയത്. തിരക്ക് പരിഗണിച്ചുകൊണ്ട് 11 മണിക്ക് ശേഷവും നട അടച്ച ശേഷവും തീർത്ഥാടകരെ 18-ാം പടി കയറ്റാൻ അനുവദിച്ചിരുന്നു. ഇന്നിപ്പോൾ 9 മണിയാകുകയാണ്. ഈ സമയം വരെ 23,000-ലധികം ആളുകളാണ് 18-ാം പടി കയറി തീർത്ഥാടനം നടത്തിയിട്ടുള്ളത്. ഇന്ന് വെർച്വൽ ക്യൂ വഴി 80,000 ആളുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ ആളുകൾ തീർത്ഥാടനത്തിന് എത്തുന്നുണ്ട് എന്നതാണ് ഈ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി എത്തുകയാണ്. അതുകൊണ്ട് പമ്പയിൽ അതിന് ചില തിരക്ക് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൗണ്ടറുകളുടെ എണ്ണവും നിലവിൽ കൂട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സന്നിധാനത്തെ ഫ്ലൈ ഓവറാണ്. ഈ ഫ്ലൈ ഓവർ നിറഞ്ഞു കവിഞ്ഞ് തീർത്ഥാടകർ ഇപ്പോൾ നിൽക്കുന്നതാണ് കാഴ്ച. തൊട്ട് താഴെ 18-ാം പടിക്ക് താഴെയും ഇതിന് സമാനമായ തിരക്കുണ്ട്. 18-ാം പടി കയറാൻ നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ ശബരി പീഠം വരെ നീണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരക്ക് വർദ്ധിക്കുമ്പോഴും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനപൂർവ്വം തന്നെ ഈ തീർത്ഥാടനം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ജനുവരി 14-ാം തീയതിയാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട മകരവിളക്ക് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വരും ദിവസങ്ങളിലും എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മകരവിളക്ക് മഹോത്സവം അടുത്ത 14-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഭക്തജനത്തിരക്ക് കൂടാനാണ് സാധ്യത. മകരജ്യോതി കണ്ടു തൊഴാൻ ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ അനേകം ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്താറുണ്ട്.